എടാ ഇവിടെ 10-15 പേര് കുറവാന്ന് അറിഞ്ഞിട്ടേ 15 പേര് കുറവാന്ന് അറിഞ്ഞിട്ട് അനോണിമസിൽ ഇടാൻ കണ്ട ധൈര്യം നോക്കണേ അവന്റെ. അവന് സ്വന്തം പേരിലിടാൻ പോലെ വെൽക്കം ബാക്ക് ഗൈസ്. കൊറേ ഉണ്ട് നല്ലത് മാത്രം നല്ലതും ചീത്ത ഉണ്ടടാ. ഈ അനോണിമസ് കുണ്ണുകളൊക്കെ ആര് മൈൻഡ് ചെയ്യണ്? എടാ 15 പേരില്ലെന്ന് അറിഞ്ഞിട്ട് അനോണിമസിൽ ഇടാൻ വേണ്ടിട്ടുള്ള കുണ്ണന്മാരെ കൊണ്ട് എന്തിനു പറയാനാണല്ലേ? അവന്മാരൊന്നും നോക്കേണ്ട ആവശ്യം നമുക്കില്ല. ഹൂ കേസ് എന്ന് പറഞ്ഞ് ഈ അനോണിമസിൽ ഇട്ടവന്മാരൊക്കെ ഉണ്ടല്ലോ 2 ദിവസം കഴിയുമ്പോ സിറ്റുവേഷൻ എടുക്കാൻ വരും. എനിക്ക് റോളില്ല. വെൽക്കം ബാക്ക്. താങ്ക് യു ഗൈസ്. താങ്ക് യു എല്ലാവർക്കും. വെൽക്കം ബാക്ക് ടി വി. താങ്ക് യു എവരിവൺ. വെൽക്കം ബാക്ക് ടി വി. സൈൻ മാലിക അങ്ങനെ അത്ര ഐഡന്റിറ്റി ഹൗ മച്ച് ബ്ലാക്ക് MG3 ക്രാട്ടോസ്. എല്ലാത്തിനെയും അടിക്കും. ചന്ദ്ര എല്ലാവർക്കും ഒരുമിച്ചൊക്കെ പോയാലോ? ചന്ദ്ര കിക്കുന്നു. അവിടത്തനും പറഞ്ഞല്ലോ വാതോർക്കല്ലോ അവിടത്തനും ഇവിടെ. എടാ ചന്ദ്ര ഞാനുള്ള കാര്യം പറയാട്ടാ. അമ്മാര് ഒരു 30 പേര് മറ്റേ ഇവിടുത്തെ പ്രീവാറൊക്കെ അറിയാലോ. 50 പേരെന്തോ ഇവിടുത്തെ പ്രീവാറിന് അടിച്ചിടും. പിന്നില്ലാതെ നമ്മള് മൊത്തം പേര് ഞാൻ എന്നെ തന്നെ 2 ആയിട്ട് കൂട്ടിയാ പോലും നമ്മളെ കളിയൊക്കെയാണ്. വെൽക്കം ബ്ലാക്ക് TV എന്ന് അവരെ മീറ്റിംഗ് MG3 ക്രിസ് ഗോഡ് പ്ലാൻ W എണ്ണ. വെൽക്കം ബാക്ക് ടി വി. എടാ എത്ര പേരുണ്ടോ? എത്ര പേരുണ്ടോ? ചന്ദ്ര എന്തൊക്കെ പറഞ്ഞാലും മീറ്റിംഗ് വിളിച്ചാ മീറ്റിംഗ് ചെല്ലണമെന്നാണ്. ഇനിയിപ്പോ സംസാരിച്ച് ബാക്കി സംസാരിച്ചെന്താന്ന് വെച്ചാ ലീഡറും കോ ലീഡറോ കൊണ്ടുപോയല്ലോ. ഫോട്ടോഗ്രാഫർ അവൈലബിൾ പേടിച്ചോ ഇന്ന് മുതൽ അങ്ങ് തുടങ്ങാന്ന് അടിച്ച് ഇന്ന് മുതൽ ഗ്യാങ് അസറ്റ് എന്ന് പറഞ്ഞ വള്ളിയാ. കൂൾ ഡൗൺ ഗ്യാങ് അസറ്റ് വരുന്നില്ല തോക്ക്. അത് അവന്റെ ചന്ദ്ര കയ്യിന്ന് പോവേ. ആ അണ്ണാ നമ്മള് കാര്യം പറയും. അല്ല പിന്നെ അവൻ വിളാക്കാൻ ആവശ്യം ഞാനൊരു കാര്യം പറയട്ടെ. പോസിറ്റീവില് നിക്കണ ഇപ്പൊ. അത് അടി മേടിച്ച് താഴോട്ട് കൊണ്ടുവരുന്നത് എന്റെ അടുത്ത്. അങ്ങനെ കടിക്കണ നമ്മളോട് ഉറപ്പായിട്ടും പെരുന്നാൾ അടി കിട്ടൂലേ? ഇല്ലണ്ണ ഇപ്പൊ ആർമോഡ് വണ്ടിയുണ്ട് അതിനകത്ത് കയറിയിരിക്കണ. അല്ലല്ല പുറത്തുനിന്ന് ഇറക്കാം. പുറത്തുനിന്ന് കസ്റ്റ് ഇറക്കുന്നുണ്ട് ഞാനിപ്പോ പുതിയ അതിനകത്ത് അണ്ണന് വേണോ വണ്ടി? ബാല എനിക്കൊരു കാര്യം പറയാനുണ്ട്. നമുക്ക് കൂട്ടത്തില് കുറച്ച് ബുദ്ധി ഇപ്പൊ ഉള്ളത് നിനക്കാണ്. അതുകൊണ്ടാണ് ഞാൻ നിന്നെ പണ്ടും പറഞ്ഞു നമുക്കൊരു സാധനം സെറ്റ് ചെയ്യണം. ഒരു കിഡിലൻ ട്രഷർ ഹണ്ട്. ടിവിയിലെ എല്ലാവർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റണം. ഞാനും നെയ്യുമാണ്. ടിവിയിലുള്ളവർക്ക് വേണ്ടി മാത്രം. മിനിമം ഈ നമ്മുടെ മാപ്പ് ഉണ്ടല്ലോ, നമ്മുടെ ഫുൾ മാപ്പ്, ഈ മാപ്പ് മൊത്തത്തിൽ ഓടണം. മനസ്സിലായ? അതായത് പിടിച്ച് മൊത്തത്തിൽ ഓടാൻ 2 ദിവസം എടുക്കില്ലേ? 2 ദിവസം എടുക്കും. അമ്മര് പോയിട്ട് കണ്ടേ ഒരു ക്ലൂ ദാ ഇവിടെ ആണെങ്കിൽ അടുത്ത ക്ലൂ ദേ ഇങ്ങേ അറ്റത്തായിരിക്കണം.
ഹാർബറിന്റെ അവിടെ അല്ല കയോ ബ്രിഡ്ജിന്റെ അവിടെ ഒരു ക്ലൂ ഉണ്ടെങ്കിൽ അടുത്ത ക്ലൂ അതിന്റെ അപ്പുറം അങ്ങ് ജില്ലയാടി അടുത്ത ജില്ല അല്ല പ്രൊക്കോപ്പിയോ ബീച്ചിലായിരിക്കണം അടുത്തത്. അങ്ങനെ ഒരു കിടിലൻ ക്ലൂ ഉള്ള ഒരു ഫൈനൽ നമ്മുടെ ഗ്യാങ്ങിൽ എല്ലാവർക്കും ഒരുമിച്ച് പങ്കെടുക്കാൻ പറ്റുന്ന രീതിയിലത്തെ ഒരു ട്രഷർ ഹണ്ട്. ഓക്കെ, നമുക്ക് പങ്കെടുക്കാൻ പറ്റുമോ? നമ്മൾ 2 ഓർഗനൈസേഴ്സ് എങ്കിലും നമുക്കും പങ്കെടുക്കാൻ പറ്റണം. അപ്പൊ നമുക്ക് ക്ലൂ അറിയാമെങ്കിൽ നമ്മൾ തന്നെ പോയി എടുക്കൂലടാ മണ്ട മിണുങ്ങ. അണ്ണ നമ്മൾ ഇവന്മാരുടെ കൂടെ നിന്ന് നമ്മൾ ഇവരെ തെറ്റിക്കുന്നു. ഞാൻ എങ്ങനെ ചെയ്തോട്ടെ അണ്ണ ഓർഗനൈസ് ചെയ്തോ. ഞാൻ വിളിച്ച് ആൾക്കാരെയൊക്കെ പറഞ്ഞു പറ്റിച്ച് അവന്മാര് കറക്റ്റ് വഴി പോകുമ്പോ ഞാൻ തെറ്റിച്ചേക്കും. എന്നിട്ട് ആ പൈസയും കൂടെ ഞാൻ എടുക്കും. പക്ഷെ നിനക്ക് സമ്മാനം തരൂല ഇല്ലേ? അന്നാ വേണ്ട, അന്നാ ഞാൻ ഓർഗനൈസർ. എന്തൊരു ഓർഗനൈസർ? എന്തിനെ പറ്റി സംസാരിക്കണ നിങ്ങള്? ഞങ്ങളൊരു അർജന്റ് കാര്യം സംസാരിക്കായിരുന്നു, നമ്മളെ മുന്നോട്ടുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ എല്ലാവരുടെ അടുത്തും ഇങ്ങനെ അഭിപ്രായങ്ങളൊക്കെ ചോദിക്കുമായിരുന്നു. ഇനിയിപ്പോ ആർക്കെങ്കിലും പെട്ടെന്ന് റീപ്ലേസ്മെന്റ്സ് വേണോ, ഇവിടുത്തെ ഹൈറാർക്കി ഒക്കെ എങ്ങനെയാണെന്ന് ഓരോരുത്തരുടെ അടുത്ത് ഇങ്ങനെ ചോദിക്കുമായിരുന്നു. അപ്പൊ ബാലൻ പറഞ്ഞ് നീ കോഹ്ലിയുടെ ഇരിക്കുന്നതിൽ സത്യം പറഞ്ഞാൽ പെർഫെക്റ്റ് ആണ്, എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നുണ്ട്. അവന്റെ അടുത്ത് ചോദിക്കേണ്ട അല്ല എടാ, നമ്മള് ജനങ്ങളിലേക്ക് ഇറങ്ങണമല്ലോടാ. രാജാവെന്ന് പറഞ്ഞ് ഇരിക്കാൻ പാടില്ല, നമ്മള് ജനങ്ങളിലേക്ക് ഇറങ്ങി അവരുടെ മനസ്സറിയണ്ടേ. അപ്പൊ മനസ്സറിഞ്ഞപ്പോ അവര് പറയണെന്ന് പറഞ്ഞാൽ അവർക്കൊക്കെ നിന്നെ അത്രക്ക് ഇഷ്ടമാ. ഞാനങ്ങനെ അവരെ ആ രീതിയിലും ട്രീറ്റ് ചെയ്യണം. അത് ബാലിനൊക്കെ പറ്റി പ്രത്യേകിച്ച് തോന്നുന്നത്. ചന്ദ്രന്റെ മുന്നേ വെച്ച് ചന്ദ്രനെ പറ്റി നല്ലത് പറയത്തില്ലെന്നേ ഉള്ളൂ. ഞാൻ പിന്നിൽ വെച്ചല്ല ചന്ദ്രനെ പറയുന്നത്. ഓ എന്നാടാ, എനിക്ക് അറിഞ്ഞൂടാ അത്. അന്നാ ഞാൻ അത് ചോദിക്കാം. അന്നൊരു പാൽമണം എല്ലാ പാട്ടറിയാവോ? കേട്ടിട്ടുണ്ട്. എന്നാ ഞാൻ അന്നത് പാടത്ത് പാടിയാണ്. ഒന്നാന്ന് പാടിയൊന്ന് ചാർജ് ആവട്ടെ ഉണ്ടോ ഞാനൊന്ന്. അന്ന് അവരുണ്ട് ആ പാട്ടൊന്ന് പാടുമ്പോ. അതെന്താ അത് നിർത്തിയത്? അണ്ണന്നില്ല ഞാൻ നല്ല പാട്ട് തരാം. വെയിറ്റ്. അയ്യോ തരായിരുന്നു ആ പാട്ട് കറക്റ്റ്. ബസ് സ്റ്റോപ്പിൽ പോവാനോ? ഏത് ബസ് സ്റ്റോപ്പില്? ഇതല്ല എടാ, നീ ഇപ്പൊ വായിച്ചത് കൊള്ളാടാ, അത് കൊള്ളാടാ. ആദ്യം വായിച്ചേ ഇപ്പൊ അണ്ണേ എനിക്ക് വേണ്ടി എന്തൊരു പാട്ട് കണ്ടുപിടിച്ചാലുണ്ടല്ലോ അത്. ആദ്യം വായിച്ചത് ഇടുവോ? വായിച്ചാണേടാ. കയ്യിൽ എന്തിനാ കയറി പറഞ്ഞത്? ഇതിന് സൗണ്ട് ഇല്ല. ഞാൻ ഈ ജോലിക്കാണോ പോയിക്കൊണ്ടിരുന്നേ? എന്ത് ഫുഡ് ഇങ്ങനെ റോഡിന്റെ സൈഡിൽ ഫുഡ് ഹോട്ടൽ ഫുഡ് സ്റ്റോപ്പ് നീ പണിയെടുത്ത് ജീവിച്ചല്ലോടാ, അത് തന്നെ വലിയ കാര്യം. പെർ അവർ 300. ഒരു ദിവസം 300 രൂപ കിട്ടൂല. എടാ വായിച്ച ഗിത്താർ എടുത്തേടാ, ആദ്യം വായിച്ച ഗിത്താറാ. സെറ്റ് തുടങ്ങിയാണ്. പൂക്കുള്ളൊളിന്തിരക്കും കനിക്കൂട്ടം അതിശയം, വണ്ണത്തിൽ പൂച്ചിയുടം വീണോ വേങ്കൾ അതിശയം, തുളസലും കാറ്റ് നിന്നിശയാതെ അതിശയം, ഗുരുനാഥ ഇല്ലാതെ തുയിൽ പാട്ട് അതിശയം, പോകും നീ അതിശയം, കൽ തോன்றி മൺ തോன்றി കടൽ തോണ്ടും മുന്നാല മുന്താന കാതൽ அதிசயம். ഓ 16 வயதான பருவங்கள் எல்லோர்க்கும் படர்கின்ற காதல் அதிசயம். நிலா நிலா மிழியே நிலா நிலா மொழியே ഒളിയമ്പിനെ അരുതേ ഇനി എന്റെ സുന്ദരി. ഇതാണ് പാട്ട്. അത്ര ഇനി വേണോ? പാട്ട് കേൾക്കാവോ? ഞാൻ ഭയങ്കര ഗിറ്റാറിന്റെ പറയാം
ഈ പുല്ലാങ്കുഴലിൽ കഥ പറയാം ഉണ്ണികളിൽ ഒരു കഥ പറയാം ഈ പുല്ലാങ്കുഴലിൽ കഥ പറയാം പുൽമേട്ടിലോ പൂങ്കാറ്റിലോ പുൽമേട്ടിലോ പൂങ്കാറ്റിലോ ഇന്നു പിറന്നു പണ്ടിളം മോളം കൂട്ടിൽ ഉണ്ണികളിൽ ഒരു കഥ പറയാം ഈ പുല്ലാങ്കുഴലിൻ കഥ പറയാം. Let's go! സൂപ്പറാണ് അണ്ണ ഇനി ഒരു കിടിലം പാട്ടും കൂടെ. വീട്ടിലെ പാട്ട് ഇതില് വരുന്ന വേറെ പാട്ട് പറയണ്ടേ? ഒരെണ്ണം കൂടി അണ്ണാ. എട 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 എടാ തരികിട എഴുന്നണ് എടാ നീ പാടല്ലേ പാടാ കൊച്ചി, നല്ല കൊച്ചി അച്ചി. അണ്ണാ അതിന്റെ പാടുവണ്ണ. അതേത് പാട്ടാന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. പോടാ. അണ്ണ ഇപ്പഴത്തെ ട്രെൻഡിങ് ചാർജ് പാട്ടൊക്കെ കേട്ടാ. ആ ചന്ദ്ര അത് കേട്ടോ. 1 2 3 4 കാശുള്ളവൻ മാളിക പണിയുമ്പോ കാശില്ലാത്തോൻ വെടികൊണ്ടു മരിക്കുന്നു. പണമുള്ളവൻ പാവങ്ങളോ പായാവിരിക്കുന്നു. വാ വാ പുട്ടേ വാ പുട്ടിൻ്റെ പൊടിയേ വാ 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 പുട്ടേ വാ പുട്ടുണ്ടെങ്കിൽ പിന്നെന്താ. ചിറാപ്പൻ ചെയ്തത് പറ്റുമെന്ന് തോന്നുന്നില്ലടാ. വേറൊരു പാട്ട് പറ. ഈ ട്യൂണിൽ വരുന്ന പാട്ട് പറയടാ നീയൊക്കെ. അണ്ണാ ഈ ചൂടിൽ ഞാൻ പറഞ്ഞ പാൽമണം ഉണ്ടാ അത്ര അറിയുള്ളടാ. ചിറാപ്പഞ്ചി വരത്തില്ലടാ. ഒരു പാട്ട് പാടാ. മഴ നനകാൻ ഇരിക്കാം ചോ നിനക്കായി ഞാൻ. ഇല്ലടാ അത് വരൂലടാ. മഴത്തോഴും നേരത്തായിരുന്നു മുറിവേറ്റ ജലം നീ നമുക്ക് പ്രൊഫഷണൽസ് അല്ലല്ലോ. വേറേതോ മുന്തിനം വാർത്തനെ പിച്ച് വരാൻ തോന്നണ്ടോ. കാണാൻ വന്നിട്ടുണ്ട് നെന്മൂറിച്ചക്കൻ കവളത്തുണ്ട് കണ്ണാടിത്തൂള്. അങ്ങനെയാണോ? കരഞ്ഞേ കണ്ണിലെ കാഴ്ച മറഞ്ഞേ മൂടാനായി ഞാൻ ഇന്നു നടന്നേ എല്ലാവർക്കും വേണ്ടി നടന്നേ എന്തിനോ വേണ്ടി നടന്നു ആരെയും കാണാതെ നടന്നു എങ്ങോട്ടെന്നില്ലാതെ നടന്നു ഞാനെന്തിനു വേണ്ടി നടന്നു അയ്യോ വയ്യേ നടക്കാൻ വയ്യേ പോണേ പോട്ടെ ഇനി കരയാൻ വയ്യേ. ഏതാണ അത് കൊള്ളാല്ലേ? വിശാൽ അതങ്ങടെ സിംഗ മെൽറ്റ് ആങ്ങ്
വിണ്ണിലാക്കുന്നിലെ രാപ്പാടേ ഇന്നും ചിങ്കാരേ അത് വരത്തില്ല മറ്റേ നീല നീല ഏതാ നീല നീല അത് പാടി ഓൾറെഡി നെഞ്ചുക്കുൾ പെയ്തിടും മാമഴേ നീർക്കുൾ മൂழ்കിടും താമരേ രണ്ട് മാറത് വാനിലേ പിന്നെ ഉന്മേൽ പിഴേ എല്ലാം വേസിടും പേരലേ നെഞ്ചുക്കുൾ നീണ്ടിടും താരകേ പൂവണ്ണം സൂടിയ താരകേ പിന്നെ നീ കാഞ്ചന ഓം ശാന്തി ശാന്തി ഓം ശാന്തി എന്നുയിരേ ഉയിரை நீ ஏந்தி நீ சென்றாய் சென்றாய் என்னை தாண்டி நீதான் இன்று நன்றாக കേട്ടോ അത് സീൻ കേട്ടോ ഇതിൽ വേറെ രീതിയിലൂടെ വായിക്കാൻ പറ്റിയിരുന്നെങ്കിലോ എന്നാ ഞാൻ അങ്ങനെ വായിച്ചു തന്നേനെ വേറെ രീതിയിലൂടെ വായിക്കാൻ പറ്റുന്നത് എന്ത് അടിപൊളിയാണ് ഞാൻ അങ്ങനെ വായിച്ചു തന്നേനെ Let's go, ഞാൻ പിന്നെ let's go, ഗിറ്റാർ പ്രൊഫഷണൽ ആണല്ലോ Dedicating to you ആനക്കാട്ടിൽ all the TVS fans out there. Let's go. നിങ്ങളെ 10,000 പേരെ വിളിച്ചു നിർത്തി ഒരു ദിവസം എനിക്ക് കൺസേർട്ട് നടത്തണം. നിങ്ങളൊക്കെ വരത്തില്ലല്ലോ അതിന്. കൊള്ളാം എന്തായാലും Let's go, let's go. നമുക്കൊരു ഗാനമേള നടത്തിയാലോ സിറ്റിയില്? അത് നല്ലൊരു അഭിപ്രായമാണ്. നമുക്കൊരു ഗാനമേള നടത്താൻ പറ്റുന്നൊരു സംഭവമാണ്. അതെ, ഒരു കൺസേർട്ടിന് സ്റ്റേജ് ഒക്കെ ഉണ്ട്, സ്റ്റേജ് ഉണ്ട്, ട്യൂൺ ഉണ്ട്. ആൾക്കാർ മാത്രം വന്നാൽ മതി എണ്ണ വരുമോ? ആരെല്ലാം നമ്മുടെ പരിപാടി ആക്കണം. പിന്നെ വരുമോ? NBC-യിൽ കൊണ്ടു നിർത്തൂല ഞങ്ങളെ മൊത്തം തറവുള്ള പിന്നെ അല്ലാതെ കാര്യമായിട്ട് നോൺ പ്ലേയബിൾ ക്യാരക്ടർ വേണ്ടി വോട്ട് അമ്മാരെങ്കിലും അടിക്കി നിർത്തും. അതിന്റെ ഒന്നും ആവശ്യമില്ലണ്ണ. നമ്മുടെ പിള്ളേരുണ്ട് എലി വിദ്യാലയം ഇറക്കം ഞാൻ. എടാ ഞാനൊരു കാര്യം പറയട്ടെ, എനിക്ക് ഒരു ബസ് സ്റ്റോപ്പ് എന്റെ കാര്യം എന്റെ അടുത്ത് കുറെ പേര് ഇങ്ങനെ പറഞ്ഞായിരുന്നു. അതെന്താണ് സംഭവം? ഓർമ്മക്ക് എലിവാണിത് ചെയ്ത് വെച്ചേക്കുന്ന അതെവിടെയാണ്? അണ്ണനെ കുറച്ച് ദിവസം കാണാനില്ലെന്നുണ്ട്. അപ്പൊ അവിടെ ചോദിച്ചാൽ അണ്ണൻ ചത്തന്ന്. അപ്പൊ അങ്ങനെ അങ്ങനെ വെച്ചാണ്. വാ നമുക്ക് നോക്കിട്ടാ വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചില്ലേ? അതിന് പകരമായിട്ട് ഞാനൊരു കാര്യം പറയട്ടെടാ. ഒരാള് ഞാൻ ബേസിക് എക്സാമ്പിൾ നിങ്ങൾ വേറെ ആരെയും പറ്റി മനസ്സിലൊന്നും വിചാരിക്കണ്ടേ. ഒരാൾ എന്റെ ഒരു 50 കോടി കൊണ്ടുപോയി എന്ന് വിചാരിച്ചോ. എന്നിട്ട് ബാക്കി പുള്ളി 50 കോടി വെച്ചിട്ട് ബാക്കി എല്ലാ കാര്യങ്ങളും അടിപൊളിയായിട്ട് വലിയ വേറെ ബിസിനസ് ഒക്കെ തുടങ്ങി വലിയ കാര്യങ്ങളൊക്കെ ചെയ്ത് എല്ലാം ഇതാക്കി. എന്നിട്ട് എനിക്ക് വേണ്ടി ലാസ്റ്റ് 5 രൂപയുടെ പോപ്പിൻസ് മുട്ടായി മേടിച്ചു തന്നു. അത് ന്യായമാണോ അല്ലയോ? ശുദ്ധ ചട്ടത്തരോ? അത്ര എനിക്ക് പറയാനുള്ളൂ. വേറെ ഒന്നും നിങ്ങളോട് എനിക്ക് പറയാനില്ല. അത്രേ ഉള്ളൂ എനിക്ക് പറയാം. ഹലോ ഹലോ എടാ നിന്റെ ശബ്ദം മൈക്ക് മാറി കിടക്കുന്നു കേട്ടോ. എവിടെയായിരുന്നു ഇത്ര നേരം? അണ്ടറിലായിരുന്നു. സിറ്റിയിലെ മെസ്സേജ് വന്നില്ലടാ നമുക്ക്. എനിക്ക് സിറ്റി ഫോണില്ലല്ലോടാ. അത് നീ പിന്നെ എവിടെ വെച്ചെന്നാ പറഞ്ഞേ? എനിക്ക് സിറ്റി ഫോണില്ലല്ലോ. എക്സ്ലാൻഡിസ് സിറ്റി തൊട്ട് എനിക്ക് ഫോണില്ലെന്നുള്ള കാര്യം അറിയാലോ. പിന്നെ നീ എവിടെ അയച്ചേ? After a long time, I love you guys. Amal Marcin bro, thank you so much bro. എടാ നിങ്ങളെല്ലാരും ഗ്യാങ് ഡ്രസ് ഒക്കെ ഇട്ടോ കേട്ടോ ഇന്നോട്ട് ഗ്യാങ് ഡ്രസ് ഒക്കെ ഇട്ടോ. പിന്നെ ഞാൻ ഒരു കാര്യം കൂടെ ഞാൻ വാക്ക് തരുവാണേ. ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറയാണ് നിങ്ങളുടെ അടുത്ത് എല്ലായിടത്തും. ഞാനിപ്പം വേറെ ഏതെങ്കിലും ലോകത്താണ് ഇരിക്കുന്നതെന്ന് നിങ്ങൾ കാണുവാണെങ്കിലും സിറ്റിയിൽ സിറ്റുവേഷൻ വന്നാൽ എന്നെ വന്ന് വിളിക്കണം. കേട്ടല്ലോ?
സറണ്ടർ അടിച്ചിട്ട് വരും. അത് സറണ്ടർ അടിച്ചിട്ടാണേലും ഇനി തൊട്ട് ഇനി അങ്ങോട്ടുള്ള എല്ലാ സിറ്റുവേഷനിലും ഞാൻ ഉണ്ടാവും. അതിനി വേറെ ഏത് ഗെയിമിലാണേലും, അല്ല ഞാൻ റോസി പോലെ പറയുകയാണെങ്കിൽ ഏത് ഗെയിമിലാണേലും വേറെ എന്തിലാണേലും ഞാൻ തത്സമയം ഇടിക്കുന്ന കണ്ട നിങ്ങൾ അപ്പോഴേ അവിടെ വന്നിട്ട് എന്നെ വിളിക്കണം കേട്ടാ. അപ്പൊ ഇനി തൊട്ടുള്ള എല്ലാ സിറ്റുവേഷൻസിലും ഞാനും ഉണ്ടാവും, ചന്ദ്രനും ഉണ്ടാവും. ചന്ദ്രനാണ് നമ്മുടെ മെയിൻ അസോൾട്ടർ. എല്ലാം ഒന്ന് ഒതുങ്ങുന്നത് വരെ ചന്ദ്രൻ തന്നെ IG ആയിക്കോളാന്നും പറഞ്ഞു. അപ്പൊ എല്ലാ ചന്ദ്രനെ തന്നെയാണ് ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നത്. ഞാൻ ബസ് സ്റ്റോപ്പ് ഒന്ന് കണ്ടിട്ട് വരുന്നേ ചന്ദ്ര. വണ്ടിയോട് എത്തിരിക്കില്ല പ്ലീസ്. എന്താ ചന്ദ്ര എന്താ നമ്മള് വണ്ടി താഴെപ്പോലെ. ചന്ദ്ര സൗമ്യമായ ഭാഷ ഉപയോഗിക്കണേ. ഹലോ ആരാ? ഗ്യാങ്സിനകത്തോട്ട് വണ്ടി ഓടിച്ച് കയറ്റിട്ട് സോറി സാറേന്നോ? പേരെന്താ? എന്തിനാടാ അതൊരു അടിക്കുന്ന സംഭവം ഞാൻ വിവരമുള്ള ചോദിക്കാം. ഗൈസ്, ഈ എന്താ പറയാ, നമ്മുടെ ഇടക്കിടക്ക് ഇങ്ങനെ ബ്ലർ വരുന്ന ആ വിഷൻ മാറ്റാൻ എന്തോ മാറ്റണ്ടേ? മോഷൻ ബ്ലർ എവിടെ? അഡ്വാൻസിലാണോ മറ്റേതിലാണോ? ഹലോ, പതിവ് പോരാ, സെക്കൻഡ് ഗിയറിലാണ് പോണത്. ഗ്രാഫിക്സില് മോഷൻ ബ്ലർ അങ്ങനെ ഒരു സാധനം ഇല്ലല്ലോ ഇതിനകത്ത്. എല്ലാം വെരി ഹൈ ആണോടാ ഗൈസ്. ഇത് ഞാൻ മാറ്റിയ റീസ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. ഞാൻ വെരി ഹൈയിലാണ് എല്ലാം സ്ട്രീം ചെയ്യണേ ഇപ്പം. വണ്ടി ക്രൂയിസ് കൺട്രോൾ സ്ട്രെങ്ത് ആക്ച്വലി കുറവാകണ്ട. ക്രൂയിസ് കൺട്രോൾ ചന്ദ്ര നീ എന്താ ഇങ്ങനെ പോണേ? എന്താണ് ചന്ദ്ര? നമ്മളൊന്ന് മുതുകിലൊക്കെ ഒന്ന് പോയി കറങ്ങിയിട്ടൊക്കെ വരാൻ കഴിയും. ഓ അടിച്ചിട്ട് ഇതില് ക്രൂയിസ് ഒന്നും ഇല്ല. ഡാർക്ക് ഓ അടിക്കുമ്പോ പാർക്കിംഗ് ഉണ്ട്, മിഡ്നൈറ്റ്, പിന്നെ ഉള്ളത് കാർ ഡിജിറ്റൽ, മോഡേൺ, ഇത് കൊള്ളാലോ. ലോക്ക്, അലോ ഡാഷ്, എൻജിൻ ഓഫ്, ഹോളോഗ്രാം ഓൺ, അത് കൊള്ളൂല്ലേ. ഇത് കൊള്ളാം, മോഡേൺ, ഇത് കൊള്ളാം. ശരിയായി ഇന്നല്ല. സേവ് ചേഞ്ചസ്. വൈമസിൽ ഞെക്ക് ചന്ദ്ര, ഒന്നും അറിയത്തില്ല. വൈമസിൽ ഞെക്ക് പ്ലീസ്. പോ. അണ്ണന്റെ ചാറ്റ് വിഷയം കേട്ടാ. ഇത്ര പെട്ടെന്ന് പിള്ളേരൊക്കെ പറഞ്ഞു തരണ ഓരോ കാര്യങ്ങള് ഇവിടെ കൊണ്ട് കൊറേ എണ്ണം. ഓ ഞെക്ക്, എല്ല് ഞെക്ക്, എല്ല് ഞെക്ക്, കീബോർഡിൽ എല്ലാ അക്ഷരങ്ങളും പറഞ്ഞു വേറെ. ചന്ദ്ര, എനിക്കൊരു സാഡ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ട് തരുമോ ഇവിടെ നിർത്തിയിട്ട്? എടാ, എന്നാലും ഞാനത് ഓർത്ത് പറഞ്ഞാണെന്ന് നീ പറഞ്ഞില്ലല്ലേ? പാട്ടിടാൻ പോയേട്ടാ. അണ്ണാ ലുലുമാള് കണ്ടായിരുന്നു. നിനക്ക് കാണാതിരിക്കാൻ ഞാൻ പൊത്തി പിടിച്ചിരിക്കണം ലുലുമാളിനെ. ലുലുമാള് കണ്ടായിരുന്നു ഞാൻ. മൂട് പിടിച്ചിരി. ബാക്ക് ടു പ്രൈം. ഇവിടെ ഓൾവേസ് ഇൻ പ്രൈം ബ്രോ. നമുക്കങ്ങനെ പ്രൈമിന് വെളിയില്ലല്ലോ. എങ്ങനത്തെ ഇതാണ് മൂടാണ്? എടാ, എനിക്ക് നിന്നോട് വിഷമം പറയാനാണ്. വിഷമം പറ. അപ്പൊ നല്ലൊരു സൂപ്പർ ചാറ്റ്. അതെന്താണ് ബ്രോ? വാട്ട്സ് എ പോയിന്റ് ഓഫ് മെൻസ് അണ്ടർവെയർ ഇൻ മെൻസ് ഔട്ട്ഫിറ്റ്? ബ്രോ, വാട്ട്സ് എ പോയിന്റ് ഓഫ് മെൻസ് അണ്ടർവെയർ ഇൻ മെൻസ് ഔട്ട്ഫിറ്റ്? എടാ, ഞാനൊരു കാര്യം പറഞ്ഞിട്ടേ, അത് ഇട്ടില്ലെങ്കിൽ നിന്റെ സിബിൽ ഉടക്കും. മനസ്സിലായോ? നമുക്കത് വേണം. ഹലോ ചന്ദ്രൻ, വാസുണ്ണൻ, ആരെങ്കിലും ഉണ്ടോ? റേഡിയോയില് ഹലോ കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ. എന്ത് പറ്റിയടാ? അണ്ണാ, കിരീസേട്ടന് SRR വണ്ടി ഇടിച്ച് കൊന്നേട്ടാ. ഞാൻ ഇറങ്ങൂടെ? എടാ, ഇവിടെ പവർ കട്ടേ. ഇവിടെ
ശരിയാ ഓക്കെ നമ്മള് എടാ ശരിക്കും ഇടിച്ചിട്ടാ അവന്മാര് അറിഞ്ഞോണ്ട് ഇടിച്ചാണോ? ഹലോ അവൻ ചത്ത് പോയണ്ണ ഇത് ആരിപ്പൊ പറഞ്ഞേ? എന്നാ ബീജം കേക്കാലോ. അങ്ങനെയാണ പോണോ? നമ്മുടെ കീരി ചത്തടാ. പോണൊരു സമയം പോകണം അതിനെ തടുക്കാൻ ആർക്കും പറ്റില്ല. ബോർഡറെ എടാ ഓക്കെ ആണോ? അങ്ങോട്ട് വരാൻ വേണ്ട, ഞങ്ങളൊരു വഴിക്ക് പോവായിരുന്നു. ഇല്ല ഓക്കെ വൈപ്പാക്കി ഓക്കെ നിങ്ങള് പോയിട്ട് അവന്മാർക്ക് അബദ്ധം പറ്റിയാണോ? ആരാധകര് അറിഞ്ഞൂടാ. നീ SRR എന്ന് പറഞ്ഞല്ലേ ചന്ദ്ര? അവര് ഗ്യാങ് വണ്ടിയിലായിരുന്നു. ചന്ദ്ര എനിക്ക് വിഷമം പറയണ്ടല്ലോ എന്നോട്. നിനക്ക് ഓർമ്മയൊക്കെ ഇല്ലേ? ബീജം കേക്കാവോ? വന്നപ്പോഴേക്കാം ബീജം കേക്കാ. ആ എന്നാ വലിയ കുറയ്ക്കാം. കുറച്ച് സൗണ്ട് കുറ. ചാവടാ ചന്ദ്ര റസ്റ്റിന് പീസ് ബ്രോ. ആ എന്നാ പറ. എനിക്ക് നീ മാത്രമേ ഉള്ളടാ ഇത് ഏൽപ്പിക്കാൻ. എന്നാ ഗ്യാങ്ങിന്റെ കാര്യം ഞാൻ നോക്കിക്കൊണ്ടില്ല അണ്ണാ. പിന്നെ പിള്ളേരെല്ലാം നോക്കണേടാ നീ. അണ്ണാ അതൊക്കെ ഞാൻ നോക്കൂല അണ്ണാ. പിന്നെ അണ്ണൻ പറഞ്ഞ ഞാൻ നോക്കാണ്ടിരിക്കോ? എല്ലാം മുന്നിൽ അണ്ണ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അല്ല അണ്ണൻ അണ്ണൻ എന്താ പറ്റി? അണ്ണൻ എന്താ പ്രശ്നം എന്താ? എനിക്കിപ്പോ അഥവാ എങ്ങോട്ടേലും പോകണ്ട വന്നാലും നീ ഇതെല്ലാം നോക്കി നടത്തൂലടാ. അണ്ണാ ഞാൻ നോക്കാം. അണ്ണാ ഗ്യാങ് ലോക്കറിന്റെ താക്കോല് തന്നിട്ട് പോണേ. ഉറപ്പായിട്ടും തരും. അതൊക്കെ അത്ര ഉള്ളു അണ്ണാ. എനിക്ക് അത് മതി. അത്ര അറിഞ്ഞാൽ മതിടാ എനിക്ക്. പിന്നെ പിള്ളേരെ അണ്ണാ ആ പറ അണ്ണാ. പിള്ളേർക്ക് ഒരു കുറവില്ല. അവന്മാരൊക്കെ ഞാൻ സെറ്റ് ആയിട്ട് നോക്കൂലേ? അതെ ഇത് വേണ്ട അണ്ണന്റെ ഭാര്യ ചെയ്ത പോലെ ഞാൻ അണ്ണന് വേണ്ടി വെക്കും ഒരു ബസ് സ്റ്റോപ്പിന്റെ നമ്മുടെ ഫണ്ടിൽ നിന്ന് വാസുവിന് സമർപ്പിക്കുന്ന ബസ് സ്റ്റോപ്പ്. കാർക്കിച്ച് തുപ്പിക്കണം. ഞാൻ തിരിഞ്ഞിരിക്കാം. ഓ അവിടെ കോംപ്ലക്സും ഇവിടെ കോംപ്ലക്സിന്റെ സെപ്റ്റിക് ടാങ്കും. ഇത് സെപ്റ്റിക് ടാങ്ക് ആണ് ശരിക്കും ആ സ്കൂളിന്റെ. മനസ്സിലായ? ഇതാ സ്കൂളിന്റെ സെപ്റ്റിക് ടാങ്ക് ആണ്. അതിന് മണ്ടൽ എന്തേലും ഒന്ന് കെട്ടി മറക്കണ്ടേന്ന് ഉദ്ദേശിച്ച് ഒരു കൂരയും കൂടെ തന്ന്. എടാ ഒരു ബസ് സ്റ്റോപ്പിൽ ഒരു ഇരിക്കാൻ ഒരു ബെഞ്ചെങ്കിലും കൊടുത്തിട്ടുണ്ടോ? ഇതൊക്കെ എടാ ഡ്രീമറെ തൂറി എറിയടാ അതിലോട്ട്. ചന്ദ്ര ഡ്രീമറോ? ആ അണ്ണാ അത്രേ ഉള്ളൂ അണ്ണാ. ഒരു മിനിറ്റ്. അവളുടെ ബസ് സ്റ്റോപ്പുണ്ട്, ബസ്സില്ലെന്ന്. എടാ അതിനകത്ത് ഒരു ഡെസ്ക് എങ്കിലും ഉണ്ടോ നോക്കടാ. ഒരു ഡെസ്ക് എങ്കിലും ആൾക്കാർക്ക് ഇരിക്കാനെങ്കിലും നോക്ക്. എന്നാ ഫുഡ്. ഓ ഇവിടെ ഫുഡും വെള്ളമൊക്കെ കഴിക്കണമല്ലേ? ഞാനത് ഓർത്തില്ല പെട്ടെന്ന്. അണ്ണാ നമുക്ക് അണ്ണാ ഈ സ്കൂളും കത്തിച്ചാലോ? എന്താ പറയണ അളിയാ? ഞാൻ ഒരു കാര്യം പറയട്ടെ. നീ ഇതൊക്കെ എന്റെ മുന്നിൽ വെച്ച് പറയുന്നേ ഉള്ളൂ. നിനക്ക് വേണ്ടപ്പെട്ട ഒരുപാട് പേര് അതിനകത്ത് ഉണ്ടെന്ന് എനിക്കറിയാം. എന്നാ എന്റെ സൂര്യബോസ് ഒന്ന് പഠിച്ച് വലിയ കാണുന്നുണ്ടോ? എനിക്ക് ആരും ഇത് മാത്രമേ ഉള്ളൂ. വേറെ ഒന്നുമില്ല. അവൻ ഒന്ന് പഠിച്ച് വലിയൊരാളായിട്ടാണ് അവനെ ഒരു വക്കീലാക്കണമെന്ന് എന്റെ ആഗ്രഹം. എന്നിട്ട് എന്റെ കേസൊക്കെ അവനോട് വാദിപ്പിക്കണം എന്റെ ആഗ്രഹം. അതിനു മുമ്പ് നീ ചത്തുപോലടാ. നിനക്ക് നാച്ചുറൽ ഡെത്തല്ലെന്ന് ഞാൻ കണ്ട എല്ലാ ജ്യോത്സ്യന്മാരും പറഞ്ഞത്. നിന്നെ ആരെങ്കിലും തല്ലിക്കൊല്ലേ ഉള്ളൂ. അവൻ ഭയങ്കര ഫാസ്റ്റ് ലാൻഡർ ആണ്. പിന്നെ എന്നാ സ്കൂളിൽ നിന്ന് ഇവിടെ കയറി പറഞ്ഞാലേ അവരുടെ കൂടെ പോലും മറിക്കാൻ ചോദിച്ചാ പറഞ്ഞ യൂട്യൂബിലൊക്കെ കയറിയെന്ന്. ചന്ദ്ര എനിക്ക് ഇനി വീണ്ടും വിഷമം പറയാനുണ്ട് ചന്ദ്ര. അണ്ണൻ പറ ഒരു മിനിറ്റ്. കുറച്ച് സൗണ്ട് വെക്കും. അണ്ണൻ പറ. ചന്ദ്ര പയ്യെ പോണേ, വണ്ടിയുടെ സൗണ്ട് കേൾക്കാം. ചന്ദ്ര
എങ്ങനെ കൊണ്ട് നടന്നതെന്നറിയോ ഞാൻ എലിയെ? കൈ വളരുന്നു, എന്താണ് ആ കാല് എലി? വളരുന്നു എന്ന് നോക്കി. വളർച്ചയാണോ നോക്കുന്നുണ്ടെന്ന് എനിക്കറിയായിരുന്നു. ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചു കൊണ്ട് നടന്നതാടാ. എന്നെ വിളിച്ചിട്ട് എത്ര നാളായെന്നറിയോ? സത്യാണ്. അവളിപ്പൊ കറക്കാൻ പറ്റിയ ശശികൊക്കും തത്തമ്മ രാജനും പിന്നെ വാഴക്കും കൂട്ട് ശശിക്കൊക്ക അവ അവളുടെ തോളത്തെ ഇരിക്കത്തുള്ളൂ. ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ. പിന്നെ മറ്റേ ചിമ്പാൻസി പിന്നെ ചിമ്പു അവനായിട്ട് 2 വർഷം റൈഡി പൊക്കിയത്. എന്തൊക്കെയാടാ എലിയെ പറ്റി പറയുന്നത് നീ? അന്ന് സത്യാണ്. അത് ചിമ്പുമായിട്ട് ഇവക്ക് ചെറിയ റിലേഷൻ അറിഞ്ഞു കഴിഞ്ഞത്. ഏത് ചിമ്പു? എന്നാലും ചിമ്പൻസി ഇല്ലേ ഒരുത്തൻ? ആ ചിമ്പുനെ കണ്ടില്ല. ഇല്ല. ചിമ്പുന വെയിറ്റ് ഫോട്ടോ ഉണ്ടോ നോക്കട്ടെ അവന്റെ. ചന്ദ്ര ഇങ്ങനൊന്നും പറയല്ലേ. അല്ല അണ്ണ സത്യം അത് പറയാ. അണ്ണ അത് സത്യം കൈപ്പേറിയതാണ്. അത് എപ്പോഴും ചിമ്പുനെ നമുക്ക് സെറ്റാക്കാം. അവര് ചിമ്പാൻസിയുടെ ഗ്രൂപ്പിലുള്ള ഒരു പയ്യനാ. അവന് മറ്റേ മനുഷ്യരുടെ ബുദ്ധിയും മനുഷ്യരുടെ ലുക്കിലെന്നുള്ള ആള് ഭയങ്കര മനുഷ്യരായിട്ട് സാമ്യതയുള്ള ആളാ. ചിമ്പുന്ന പേര്. ഞാൻ എന്റെ അടുത്തൊരു ലവർ എന്റെ ജീവിതത്തിലോട്ട് വരുവാണെങ്കിൽ ഞാൻ അവളോട് എങ്ങനെ പറയൂടാ എന്റെ എക്സ് ലവർ കൊരങ്ങന്റെ കൂടെ പോയെന്ന്? അപ്പൊ എന്നെ എങ്ങനെയായിരിക്കും കാണണവര്? ടഫാണ് അത്. അണ്ണ ഇരിക്കുമ്പം ണെങ്കിൽ അണ്ണന്റെ അവസ്ഥ എനിക്ക് മനസ്സിലാവും. അത് അയ്യോ ചിന്തിക്കാൻ പറ്റില്ല കേട്ടോ, ഓർക്കാൻ പറ്റുന്നില്ല അതിപ്പോ. അയ്യോ ദൈവമേ, എന്റെ മൈൻഡ് മാറ്റാൻ എന്തെങ്കിലും പറയണ പെട്ടെന്ന്. നീ അല്ലടാ എന്റെ മൈൻഡ് മാറ്റാൻ എന്നെ ഓരോന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കണ്ടേ? അപ്പൊ എനിക്ക് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞാ ഈ സ്കൂളെ കടപ്പിച്ച് കഴിഞ്ഞാൽ അവളെ ഒതുക്കും. എടാ നമ്മുടെ നാട്ടില് കൊറേ പിള്ളേർക്ക് പഠിക്കാനൊക്കെ വേണ്ടിട്ടുള്ള ഒരു സ്കൂളല്ലേടാ, അത് നമ്മൾ അടപ്പിച്ചു. അവിടുത്തെ ഫസ്റ്റ് ലീഡർ എന്റെ മോൻ സൂര്യ ബോസ്, സെക്കൻഡ് ലീഡർ ഇക്ര മോനും. സ്കൂൾ ലീഡേഴ്സ് അവന്മാരെ പഠിപ്പിക്കില്ല പിള്ളേരെ. കഴിഞ്ഞ ദിവസം ഒരുത്ത വന്ന് എന്റെ മോന്തക്കിട്ട് പ്ലാക്കോട് അടി തന്നിട്ട് നിങ്ങളാണ് അവിടുത്തെ PT സാർ എന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ തള്ള കുളിച്ചിട്ടൊക്കെ പോയി. ചന്ദ്ര ആ സ്കൂളിൽ ഇനി ആർക്കും വേണ്ടി ജീവിക്കാൻ പറ്റില്ല ചന്ദ്ര. ഞാൻ മൂന്നാവാൻ പോണ്. എനിക്കൊരു പെണ്ണൊക്കെ വേണം ഈ സിറ്റിയിൽ ഇനി. അണ്ണാ സത്യാണ്. അണ്ണന് ഇപ്പോഴെങ്കിലും ആ തോട്ട്, അണ്ണന് ഇതുവരെ ആ തോട്ടില്ലായിരുന്നല്ലോ, ഇപ്പോഴെങ്കിലും വന്നല്ല അണ്ണാ തോട്ട്. കഴിഞ്ഞ 5 വർഷമായിട്ട് ഈ തോട്ടമുണ്ട് ചന്ദ്ര. 5 വർഷമായിട്ടുണ്ടോ? പിന്നില്ലാതെ. അയ്യോ എനിക്കറിയത്തില്ലായിരുന്നു അത്. അണ്ണനപ്പോ റിലേഷൻ ഒന്നും ഇല്ലായിരുന്നല്ലേ? നിനക്ക് അറിയാമെന്ന് എനിക്കറിയാം. അണ്ണൻ ആരെ വേണം? അങ്ങനെ അതെന്താ? മോനെ സോറി കേട്ടോ. ഹലോ അടയ്ക്കാമത്തെ സാധനം റോഡിൽ നിന്ന് മാറിക്കുമ്പോ മോനെ റോഡിൽ നിന്ന് മാറിയെന്നാലോ? എനിക്ക് കേക്കണില്ല അവൻ പേര്. ഇല്ല അവനൊന്നും പറയുന്നില്ല. മറണ്ടാകട്ടെ മോനെ റോഡിൽ കൂടെ കാലി കയറ്റി വാ. അണ്ണ സംസാരിച്ചോ? അണ്ണൻ വിളിക്കുമ്പോഴത്തേക്ക് മറ്റേ റോങ് ആവണ. നാണോ ഇല്ലടാ നിനക്ക്? പസിപ്പേർ വായി വെച്ചിരിക്കുന്ന ഒരു കൊച്ചു ചെറുക്കന്. ചേട്ടാ ഹലോ ഡേ കേക്കാവോ ഞാൻ പറഞ്ഞ നല്ലതും? എടാ മോനെ വായിന്ന പസിഫയർ എടുത്ത് മാറ്റിയോടാ, എന്നിട്ട് സംസാരിക്ക എന്നോട്. പശുമ്പാൽ എന്ത്? പസിഫയർ വായി വെക്കുന്നത്. അണ്ണേതൊക്കെ പഠിച്ചല്ലേ? പിന്നെ എനിക്കൊരു കൊച്ചുണ്ടാക്കണം. അതേ വണ്ടി ഡോറൊക്കെ തുറന്ന് പിള്ളേരുടെ സ്നഗ്ഗി മാറാന്നോട്ട് ചന്ത എഴുതാൻ വരെ പഠിച്ചില്ലേ മോനെ? പാസമാവനോട് സംസാരിക്ക്. പറഞ്ഞേ സമയത്ത് സംസാരിച്ച വല്ലതും പറ്റിയ മുട്ടറിഞ്ഞ കേക്കാം മോനെ? മകളെ വല്ലതും പറ്റിയ വണ്ടി അടിച്ച വല്ലതും പറ്റിയ മോനെ? അതാ ഇവനാ വന്ന് മുട്ടിയത്. വണ്ടി വണ്ടി ചവിട്ടിട്ടില്ല. ബസ്സിലൊക്കെ ബാക്കിൽ മുട്ടി ഭയങ്കര പ്രശ്നം ഉണ്ടായിട്ടുണ്ട് പണ്ടൊക്കെ. ഈ മാമനൊക്കെ ബസ്സിൽ ഒരാളുടെ ബാക്കിൽ മുട്ടിയതിന്
എത്ര നാളെ കിടന്നറിയോ? ഈ ബാക്കിൽ മുട്ടുന്നത് ഈ മാമന്റെ സ്ഥിരം പരിപാടിയാ. ഈ മാമ ഫ്രണ്ടിലാ മുട്ടാറ്, ബാക്ക് ഇഷ്ടമല്ലെന്ന്. മാമൻ മോനെന്തിനും പറ്റിയോ? കഴപ്പല്ലെന്നാ ആര് മൊത്തം കഴപ്പല്ല ചോദിക്കുന്നേ? കുഴപ്പമില്ലെന്നാണോ പറഞ്ഞേ? ആ നീ എവിടെ പോയിട്ട് പോകാ ഈ വഴി? ബാക്ക് ഉണ്ടല്ലോ മോനെ സൈക്കിള് ചവിട്ട് പോകണ്ടല്ലോ. അതാ ഈ കണ്ട ഈ സൈഡിലത്തെ വരണ്ട, ഈ വരയ്ക്ക് വെളിയിൽ നിന്ന് ഓടിക്കണം കേട്ടോ. മെയിൻ റോഡിൽ കൂടെ ഓടിക്കല്ലേ, ഇത് ഹൈവേ അല്ലേ. ഹൈവേ കൂടെ റെയിൽവേ പാളത്തിൽ പോയി ചവിട്ട്, അതാകുമ്പത്തേക്ക് സ്ട്രൈറ്റ് റോഡാ. ചന്ദ്ര ഒരു സെക്കൻഡ് മോനെ, ഒരു മിനിറ്റ്. ചന്ദ്ര ഒരു മിനിറ്റ് എന്നാ. ചന്ദ്രൻ മകളെ പോലെ 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 ഉരുണ്ടെല്ലാം പോവാൻ തരും റോഡിലോട്ട് കാറ്റടിച്ച്. നോ ഗൺ ഷുഡ് ബി എയിംഡ് ടു ചിൽഡ്രൻസ് എന്നൊരു നിയമം ഉണ്ട് കേട്ടോ ഇവിടെ. അവനെ എന്തായാലും കൊണ്ടുപോകും, നമ്മളെ രണ്ടുപേരെയും കൊണ്ടുപോകും. എന്തായാലും പറഞ്ഞു സോപ്പിട്ട് പിള്ളേരായോണ്ട് വിളിച്ചു പറയാൻ കേട്ടോ. ഇല്ല ഇല്ല അവന്ന് വിളിച്ചു പറയില്ല, വിളിച്ചു പറഞ്ഞാൽ അവന്റെ വായിക്കത്ത് പഴച്ചിട്ടുണ്ട് എടുത്തോലെ അവനെ. ഈ വായി സാധനം വെച്ചിട്ട് എങ്ങനെ സംസാരിക്കണം, എക്സ്പീരിയൻസ് ആട്ടോ പയ്യൻ. എവിടെ പോയിട്ട് പോണ നീ? ഇത് ഇങ്ങനെ വായിൽ വെച്ച് എങ്ങനെ സംസാരിക്കണമെന്ന് ഒന്ന് ഈ മാമനെയും കൂടെ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കണേ. അവന് ആവശ്യം ഉണ്ടാത് അതുകൊണ്ടാണ്. ഞാൻ വെക്കാറില്ല, ഞാൻ ഇച്ചിരി വളർന്ന പയ്യനാണ്. നിന്റെ തന്തയുടെ പ്രായമുണ്ട് എനിക്ക്. കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്യാൻ വേണ്ടി ഉപകാരപ്പെടും ഒരേ സമയം. ഞാൻ കഴിയട്ടെ മക്കളെ, നീ എവിടെ പോയിട്ട് പോണേ? ഞാനേ ഇവിടെ ഒരു കാർ ഉണ്ടായിരുന്നു, കാറ് നോക്കാൻ പോയതാ. പക്ഷെ കാർ അവിടെ ഇല്ല. നീ കാറിന്റെ ഗിയറിന്റെ അത്രല്ലേ നീ ഉള്ളൂ? നീ കാർ ഓട്ടിക്കോ? ഞാൻ കാർ ഓടിക്കും. ഞാൻ പോൾ വാക്കറിന്റെ പോലെ കാർ ഓടിക്കും. പോൾ വാക്കറിനെ പോലെ മരിച്ചു പോയത്. നിന്റെ തന്ത ജനിക്കുന്ന പിന്നെ മരിച്ചുപോയ പയ്യനാണത്, അറിയാവോ? അത് അറിയാ, ഞാൻ വായിച്ചിട്ടുണ്ട്. വായിച്ചിട്ടുണ്ടോ? നല്ല പരിപാടി. വായിക്കൂല്ലേ? എന്തൊക്കെയാ ഞാനൊക്കെ നിന്റെ പ്രായത്തില് ചിരട്ടയില് മറ്റേ പുട്ടൊക്കെ മറ്റേ ഇതൊക്കെ ഉണ്ടായിരുന്നു, മറ്റേ മണ്ണിൽ ചിരട്ട അടിച്ചു കളിക്കുവായിരുന്നു തറയില്. അതൊരു പ്രത്യേക കളിയാണ്. പിന്നെ മണ്ണപ്പ ചുട്ട് കളിക്കും. അത് 90s ഉണ്ടകളെ ആരെ കണ്ടാലും ഈ ദാരിദ്ര്യം പറയും, അല്ലെങ്കിൽ അത് ഇൻക്ലൂഡിങ് ഞാൻ അങ്ങനെയാണ്. എന്റെ അച്ഛനൊക്കെ എന്നോട് പറഞ്ഞോണ്ടിരുന്നത് ചെരുപ്പിട്ട് പോയ കഥയാണ്. പക്ഷെ ഞാൻ പറഞ്ഞോണ്ടിരുന്നത് ആന്റിനെ അറിയുന്നത് ഇതൊക്കെയാണ് ഇപ്പോഴത്തെ പിള്ളേരോട് ഞാൻ പറയണത്. പക്ഷെ എന്റെ അച്ഛനും അമ്മയൊക്കെ എന്നോട് പറഞ്ഞത് ചെരുപ്പിടാതെ സ്ട്രീറ്റ് ലൈറ്റിന്റെ വെട്ടത്ത് പഠിച്ചതും അതൊക്കെയായിരുന്നു എന്നോട് പറയണത്. ഞങ്ങൾക്കൊന്നും ഒരു ബാഗ് പോലും ഇല്ലായിരുന്നു. പക്ഷെ ഞങ്ങൾ അങ്ങനെയല്ലല്ലോ, ഞങ്ങൾ പറയണ വിഷമങ്ങൾ അതൊക്കെയാണ്. പണ്ടൊക്കെ ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ എന്താ, സ്വിച്ച് ഇട്ട TV, ഇന്റർനെറ്റ്. ഞങ്ങൾ പണ്ട് ആന്റിന തിരിച്ച് TV കണ്ടവരാ. അതൊക്കെയാണ് ഞങ്ങൾ പറയണത്. 90s എന്റെ പോലും ഓർമ്മയില്ല. എന്റെ എനിക്കൊന്നും ഇല്ലാതാ. ഈ പ്രായത്തിലൊക്കെ നമ്മൾ എന്തിനു നടക്കാറുള്ളത്? എനിക്ക് നടക്കാൻ പഠിക്കുവായിരുന്നു ഞാൻ, കയറി തൂങ്ങി. ചന്ദ്ര സത്യം പറഞ്ഞല്ലോ, ഞാൻ ജനിച്ച സമയത്ത് ഞാനും കുറച്ചാളെ സംസാരിക്കില്ലായിരുന്നു കളിയാ. എന്നെ സംസാരിക്കാൻ ജനിച്ചു വീഴുന്ന എല്ലാവരും സംസാരിക്കുവോ? കുറച്ചാള് എടുക്കൂലേ സംസാരിക്കാൻ? അതാണ് അത് എനിക്കും ഉണ്ടായിരുന്നാ പറഞ്ഞത്. അതുപോലെ എനിക്ക് വേറെ പ്രശ്നം ഉണ്ടായിരുന്ന കളിയാ, ഞാൻ ജനിച്ച ഉടനെ നടക്കൂലായിരുന്നു കളിയാ. പിന്നെ അത് ജനിച്ചാൽ ഞാൻ നടക്കാറില്ല. ശരിയായി, ഞാൻ നടന്നു തുടങ്ങി. ഓ നിങ്ങളൊക്കെ അറിയാന്നുള്ള ആൾക്കാരല്ല? അല്ലല്ല, ഇത് നിങ്ങളുടെ ആരെയിലാണോ ഈ കുട്ടി? അച്ഛനമ്മയെ കണ്ടോ മക്കളെ? അച്ഛനമ്മയെ കണ്ടോ? ദൂരെന്ന് പറഞ്ഞ അവിടെ കൊണ്ടാക്കാം. വണ്ടി കയറി പോയിട്ടില്ലാടേ, ഇങ്ങനെ കൊണ്ടാക്കിട്ട് വിട്ടെ. കടലിന്റെ അപ്പുറത്ത് എന്താ ഇതിലാണോ, നേവിയിലാണോ അച്ഛൻ? പിന്നെ കടലിന്റെ അപ്പുറത്താന്നറിയല്ല. സൂപ്പർ സൂപ്പർ സൂപ്പർ. അപ്പൊ ഇത് എങ്ങനെ അച്ഛനമ്മയെ കാണാറുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടോ? ഇൻസ്റ്റാ കോമഡി സത്യല്ലേ? നമ്മള് നിക്കുമ്പോ ചെറുക്ക ഒറ്റയ്ക്കെന്ന് എത്തെടുത്താല ഒരെണ്ണത്തെ നീ മോനെ ഒന്നും പറ്റിയില്ലല്ലോ. ഓക്കെ അല്ലേ മക്കളെ? വാ വണ്ടി കയറി, നിന്നെ ജംഗ്ഷനിൽ ഇറക്കാം. വാ. തമിഴ്നാട്ടിൽ എവിടെയോ പോയി ഒരെണ്ണത്തിനെ കൊണ്ടുവന്നിട്ട് ഇപ്പൊ പഠിപ്പിച്ചു. കേറി 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 വണ്ടി കയറി. ഓ ഉള്ള ഫ്രണ്ടിൽ കയറി കേട്ടാ, എഞ്ചിന്റെ ഇടയ്ക്ക് പോലെ. അയ്യോ സോറി സോറി കേറി കേറി കേറി. ഈ AC വെന്റിലൊന്നും പോലെ നീ.
ഇല്ല ഞാൻ ഓ, പറ, 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 പറ. ഒരു കോൺസെർട്ട് നടത്താൻ താല്പര്യമുണ്ടോ? ഫ്രഷ് സാധനം അല്ല ഇവിടെ കള്ളാ. ഒരു പാടുന്ന ഒരാളുണ്ട് ബെൻസ് എന്ന് പറഞ്ഞിട്ട്. ഓരോ ഞാൻ സാധനം ഇവിടെ മാനേജറായിട്ട് അത് ശരി. എടാ കൺസേർട്ട് ഇപ്പഴേ നടത്താൻ താല്പര്യമില്ല, നമ്മൾ അല്ലാതൊരു കൺസേർട്ട് നടത്തുന്നുണ്ട്. അല്ല ഇവിടെ ഒരു കച്ചേരി നടത്തിക്കൊണ്ടു. അപ്പൊ നിങ്ങളുടെ അടുത്ത് പറഞ്ഞാൽ അടുത്ത നല്ലൊരു ഇത് കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞായിരുന്നു. ഞങ്ങൾ പറയാം ഞങ്ങൾ ആക്ച്വലി ഒരെണ്ണം പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓ താങ്ക് യു മൈത്രിയനാ